ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മഴതോരും മുമ്പയുടെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈ രാജീവനും അതേപോലെ തന്നെ ശിവയും കൂടി നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക. ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് കുറേ കാര്യങ്ങളെല്ലാം പറയണം. പക്ഷേ ബാലേന്ദ്രനാണെങ്കിലും മക്കളാണെങ്കിലും തെറ്റ് തന്നെയാണ്. ഇവനെയൊക്കെ വളർത്തുന്ന നേരം കൊണ്ട് വേറെ എന്തെങ്കിലും പണി ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. വളരെയേറെ വല്ലാത്തൊരു രീതിയിൽ തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്ര, എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ മക്കളല്ലേ, നമുക്ക് അവരെ വെറുതെ കൈവിടാനായിട്ട് പറ്റുമോ? അവരെ ഒരുപാട് അടിച്ച് പോലീസുകാർ, ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നില്ല ബാലേന്ദ്ര. അതുകൊണ്ടാണ് ബാലേന്ദ്രനോട് പറയുന്നത്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. ഇത്ര ലക്ഷം രൂപ കൊടുത്താൽ ചിലപ്പോൾ അവരെ വെറുതെ വിടും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാനൊരു 10 പൈസ മുടക്കില്ല. കാരണം അവർ ചെയ്തത് വളരെ നീചമായ പ്രവൃത്തിയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അവർ നശിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഞാൻ വക്കാലത്ത് പറയാനോ ഒരിക്കലും അത് സാധ്യമല്ല. നിങ്ങൾ വേറെ വല്ല പണിയുണ്ടോ നോക്ക്. മാന്യമായിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അവർ ശിക്ഷിക്കപ്പെടട്ടേന്നേ. അവർ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ പാഠങ്ങൾ പഠിക്കുള്ളൂ. അല്ലാതെ ഇതൊന്നും വഴിക്ക് പോകുന്ന പ്രശ്നമില്ല. നിങ്ങൾ ചെല്ലാൻ നോക്ക്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നിങ്ങനെ ബാലേന്ദ്രൻ മുഖത്ത് നോക്കി ഇങ്ങനെ ഇവർ രണ്ടുപേരും മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രനാണെങ്കിൽ എന്തിനവരെയൊക്കെ രക്ഷിക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുന്നു. ഇതിനെയൊക്കെ എന്തിനാണാവോ വളർത്തിയത്? അവരുടെ അച്ഛനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാവുന്നു എന്നൊക്കെ ബാലേന്ദ്രൻ സ്വയം ഇങ്ങനെ കരുതുകയാണ്. പക്ഷേ ഇനി എന്ത് ചെയ്യും, എങ്ങനെ ഇവർ പുറത്തിറക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആകെ തലപുകഞ്ഞ് നിൽക്കുകയാണ് ഈ രാജീവനും ശിവനും കൂടി. അപ്പോൾ ഇനി എന്ത് ചെയ്യും ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അറിയില്ലടാ. നമ്മളിപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എല്ലാത്തിനും കാരണം അവളാണ്, നമ്മുടെ പെങ്ങള്, അല്ലാതെ വേറെ ആരാണ്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതില്ല. ഇനി നമ്മൾ അവരെങ്ങനെ ഇറക്കാൻ ഇനി പറ്റില്ല. ഇനി പോലീസുകാരോട് ഒരഭിപ്രായം പറയാനായിട്ടും നമുക്ക് സാധിക്കത്തുമില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പൈസ കൊടുത്താലെങ്കിലും എങ്ങനെയെങ്കിലും വക്കീലിനെ കൊണ്ട് വാദിപ്പിച്ച് അവരെങ്ങനെയെങ്കിലും പുറത്തിറക്കാമായിരുന്നു. ഇപ്പം അതിനെക്കൊണ്ട് സാധിക്കില്ലല്ലോ. നമ്മൾ രണ്ടുപേരുടെ മക്കള് ഇനി നേരെ സെൻട്രൽ ജയിലിലേക്ക് പോകും. ഇതാണ് അവസ്ഥ ഉണ്ടാകാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതേ സമയത്ത് തന്നെ പോലീസുകാരാണെങ്കിൽ ഇവരെങ്ങനെയെങ്കിലും ജയിലിലേക്ക് എത്തിക്കണമല്ലോ, ആ ഒരു തന്ത്രപ്പാടിലാണ്. അപ്പോൾ പോലീസുകാർ കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. നമ്മൾ ഈ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാ ജനങ്ങളും മുഴുവനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ കല്ലേറും മറ്റുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നശിപ്പിച്ചിരിക്കുന്നത്. റേപ്പാണ് ശരിക്കുള്ള കേസ്. അപ്പോൾ പെൺമക്കളുടെ അമ്മമാർക്കൊക്കെ ഇതൊക്കെ വല്ലാത്തൊരു പ്രചോദനം തന്നെയായിരിക്കും. കാരണം ഇങ്ങനൊരു പെൺകുട്ടിക്ക് ഇനി സംഭവിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇവന്മാരൊക്കെ കാണുമ്പോൾ കല്ലെറിയാൻ സാധ്യതയുണ്ട്. നമ്മൾ കരുതലോടെ തന്നെ വേണം ഇരിക്കാനായിട്ട്. ജനങ്ങളെ തടുക്കാനായിട്ട് എന്തെങ്കിലും കരുതിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പോലീസുകാരോട് പറഞ്ഞപ്പോഴേക്കും അതൊക്കെ ഞങ്ങൾ ഏറ്റു സാറേ. ഏതായാലും ഇവന്മാരെ പുറത്തിറക്കണമല്ലോ, നമുക്ക് കോടതിയിലേക്കും പിന്നെ ജയിലിലേക്കും കൊണ്ടുപോകണമല്ലോ, അല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവരെ കൊണ്ടുപോയാൽ മതിയാവുള്ളൂ. ശരി, 2 എണ്ണത്തിനെയും ജയിലിൽ നിന്ന് ഇറക്ക്. അപ്പോൾ ഈ രോഹിത്തിനെ വിളിക്കുക. അപ്പോൾ രോഹിത്താണെങ്കിൽ ഈ ലോക്കപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ നിൽക്കുക എന്ന് വെച്ചപ്പോഴേക്കും വേറെ പോലീസുകാരനാണെങ്കിൽ, നീ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്? എന്താ നിന്നെ ഇനി ആനയിച്ച് കൊണ്ടുവരണോ? നിനക്കെന്താടാ ലോക്കപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി മടി? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് ഭയങ്കര രീതിയിൽ പറയാം. ഇത് കേട്ട് രോഹിത്താണെങ്കിൽ ആകെ പേടിച്ച് പോവുക. ഹരിക്കാണെങ്കിൽ ഇതൊന്നും വലിയ കൂസലില്ല. അപ്പോൾ രോഹിത്താണെങ്കിൽ പതിയെ ഭയങ്കര സങ്കടപ്പെട്ട് തന്നെ ഇറങ്ങി വരികയാണ്. ദൈവമേ, ഇവൻ്റെ ഒപ്പം കൂടിയിട്ട് ആകെ പണി പാളിയല്ലോ എന്നുള്ളൊരു അവസ്ഥയിലാണ്. കാരണം അലീന പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഹരിയോടൊപ്പം ഒരു കൂട്ടുകൂടാൻ പാടില്ല, അവൻ നിന്നെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്നു. പിന്നെ അവന് കിട്ടുന്ന ശിക്ഷ വരെയും നിനക്കും കിട്ടും, നീ അത് ഏറ്റെടുക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകും എന്നൊരു രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ രോഹിത് ഒരു നിമിഷം ആലോചിക്കുകയാണ്. അപ്പോൾ ഈ ഹരിയേയും കാണിക്കണം. ഹരിയേയും വലിച്ചടിച്ചുകൊണ്ട് വരികയാണ്. എന്താണ് നിനക്കൊക്കെ നാണക്കേട്? ഇതൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ നിന്റെ മുഖത്തൊന്നും ഒരു നാണക്കേട് ഉണ്ടായിരുന്നില്ലല്ലോടാ. അപ്പം നിനക്ക് നാണക്കേടൊന്നും തോന്നിയില്ലേ? അപ്പം എന്തെങ്കിലും അവിടെ നിങ്ങളെക്കൊന്നും പോലീസ് പിടിക്കില്ല, നിങ്ങളൊക്കെ തന്നെത്താനെ ജീവിച്ചു പോകും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നല്ലേ? നിന്റെ 2 അച്ഛന്മാരുവേ പരക്കമായി നടക്കിയായിരുന്നു. പക്ഷേ രോഹിത്തെ, നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ചുക്കും ചെയ്യാനായിട്ട് സാധിക്കില്ല. നിന്റെ അച്ഛനാണെങ്കിൽ നിന്നെ ശിക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയില്ല. നിന്നേക്ക് ഇനി സെൻട്രൽ ജയിലിൽ കൊണ്ടേ നടക്കാനായിട്ട് പോകുന്നത്. ഇനി അവിടുത്തെ ശിക്ഷ എന്താണെന്ന് അത് മേടിച്ചോ, നിങ്ങളെയൊക്കെ ചതയ്ക്കോടാ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരെയും നേരെ പുറത്തേക്ക് ഇറക്കുക. അപ്പം ജനങ്ങൾ കൂട്ടത്തോടുകൂടും, മീഡിയക്കാരൊക്കെ
ഇഷ്ടം പോലെ ഉണ്ട്. കാരണം 2 പീഡനക്കാരുടെ ഫോട്ടോയും വാർത്തയൊക്കെ പത്രത്തിലും TV-യിലൊക്കെ വരണമല്ലോ. അതിനു വേണ്ടി തന്നെ ന്യൂസ് എടുക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ണും മുഖവും ഒക്കെ ഇങ്ങനെ പൊത്തിപ്പിടിക്കുക, ആരും കാണരുത്, നാണക്കേട് കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. ഇങ്ങനൊരു അവസ്ഥ 2 നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവരെ ഈ ജനങ്ങളാണെങ്കിൽ എല്ലാവരും കൂടി നിന്ന് ഇവരെയൊക്കെ നല്ല ചീത്തയും വിളിക്കുന്നുണ്ട്, നല്ല വഴക്കും പറയുന്നുണ്ട്. നീയൊക്കെ എവിടത്തെ മനുഷ്യരാടാ, നീ ഇനി ഒരു പെണ്ണുങ്ങളോട് ഇങ്ങനെ കാണിക്കരുത്, ഇവനെയൊക്കെ തൂക്കിക്കൊല്ലണം സാറേ, ഇവനെയൊക്കെ പെട്ടെന്ന് തൂക്കിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അമ്മമാരും അതേപോലെ തന്നെ പ്രായമായ ആൾക്കാരും ഒക്കെ കിടന്ന് വിളിച്ചു പോവുകയാണ്. അപ്പോൾ മീഡിയക്കാരൊക്കെ വേണ്ടി ഇങ്ങനെ കുതിച്ച് അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. പോലീസുകാരെല്ലാം ഇവരെ ഇങ്ങനെ തടയേണ്ടത്, നിങ്ങൾ മാറി നിന്നുണ്ടേ, നിങ്ങൾ മാറി നിൽക്കുക, ഇനി ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല, നിങ്ങൾ മാറി നിന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇവരെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ രാജീവൻ്റെയും അതേപോലെ തന്നെ ശിവൻ്റെയും മുന്നിൽ കൂടിയാണ് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത്. മക്കളെ രക്ഷിക്കാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ അച്ഛൻ അവിടെ നിൽക്കുക, ശിവൻ എന്ന് പറഞ്ഞ അച്ഛൻ അവിടെ നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മുടെ ബാലേന്ദ്രനും കൈവിട്ടല്ലോ. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണല്ലോ അങ്ങനെ നിന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ കൂടി തന്നെ വലിച്ചഴിച്ചുകൊണ്ട് നേരെ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. ഇനി നേരെ സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനി അവിടെ വെച്ച് എന്ത് ശിക്ഷയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്? ഇനി അലീന മൊഴി മാറ്റി പറഞ്ഞാൽ മാത്രമേ ഇനി ഇവർ രക്ഷപ്പെടുകയുള്ളൂ. പക്ഷേ അലീന അങ്ങനെ പറയത്തുമില്ല. പക്ഷേ നമ്മുടെ രോഹിത്തിനെ അലീന ചിലപ്പോൾ രക്ഷിച്ചെന്നിരിക്കും. ഇതൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.